ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ടാങ്ക് സ്റ്റീലിൻ്റെ സ്റ്റാൻഡ് വെച്ചിട്ട്, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റീൽ ടാങ്ക് വരുന്നുണ്ട്. അതിൻ്റെ തന്നെ ഏകദേശം രൂപം സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റീലിൻ്റെ ടാങ്ക് വെച്ച് സ്റ്റാൻഡുള്ള ടാങ്കിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് 2000 ലിറ്ററിൻ്റെ ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. 2000 ലിറ്ററിൻ്റെ ടാങ്ക് സെപ്പറേറ്റ്, അതിൻ്റെ സ്റ്റാൻഡും അതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ഗോണികളുണ്ടാവും, അതും കൂടി സെപ്പറേറ്റ് വരുന്നുണ്ട്. ആ സ്റ്റാൻഡ് മുകളിൽ കയറി നമുക്ക് കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടാങ്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാങ്ക് വൃത്തിയാക്കാൻ, ക്ലീൻ ചെയ്യാനുള്ള പ്രശ്നമാണ്. കണ്ടോ, അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു വാൽവ് വെച്ച് കൊടുത്തിട്ട്, കണ്ടോ, അതിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മോട്ടർ അടിക്കുന്ന സമയത്ത് അത് മോട്ടറിൽ നിന്ന് വരുന്ന മോട്ടറിൽ നിന്ന് കണക്ഷനിൽ ഒരു വാൽവ് വെച്ചെടുത്തതിന് ശേഷം അതിന് സെപ്പറേറ്റ് തന്നെ ഒരു ഹൈ പ്രഷറിൽ കിട്ടുന്ന രീതിയിൽ, കണ്ടോ, പോയിൻ്റ് ചെയ്യുന്ന, നമ്മൾ വണ്ടികളൊക്കെ കഴുകുന്ന രീതിയിൽ ഹൈ പോയിൻ്റ് ചെയ്യുന്ന രീതിയിൽ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് വിങ് തന്നെ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഉണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ഇതിന് വേണ്ടി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നേരെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ടാങ്കിലെ വെള്ളം ക്ലോസ് ചെയ്യുക, അതായത് മെയിൻ ഔട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് പുറമേ ആണെങ്കിലും ടാങ്കിൻ്റെ പുറത്താണെങ്കിലും അകത്താണെങ്കിലും മോട്ടർ അടിച്ചിടുക. മോട്ടർ അടിച്ചിട്ടതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. മോട്ടറിലേക്ക് ഉള്ള ഓപ്ഷൻ, നമ്മൾ ടാങ്കിലേക്ക് വീഴുന്ന ഓപ്ഷൻ, വാൽവ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് വാൽവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും മെയിൻ്റനൻസോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഇതിൻ്റെ മുകളിൽ കയറി എന്ന് ചെയ്യുന്നതിന് സിമ്പിളായിട്ട് കാര്യങ്ങൾ നടക്കും. ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല രീതിയിൽ നമ്മൾ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ വെച്ച് ടാങ്ക് വയ്ക്കുകയാണെങ്കിൽ മെയിൻ്റനൻസ് കാര്യങ്ങൾ വെക്കാനുള്ള സ്പേസ് ഒട്ടും ഉണ്ടാവില്ല. ഇതാണ് അതിൻ്റെ മെയിനായിട്ട് പോകുന്ന വേസ്റ്റ് ലൈൻ പോകുന്നത്. ടാങ്കിൻ്റെ ഏറ്റവും അടിയിൽ നിന്നാണ് അതിൻ്റെ വേസ്റ്റ് ലൈൻ പോകുന്നത്. നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ വാൽവ് ഓപ്പറേറ്റ് ചെയ്താൽ നേരെ പുറത്തേക്ക് നമ്മുടെ ഓപ്പൺ ടെറസിൽ അല്ലെങ്കിൽ സൺഷെയ്ഡിലേക്കാണ് നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്നത്. നേരെ അല്ലെങ്കിൽ നമ്മൾ നേരെ കൊടുത്തിരിക്കുന്ന ഓവർഫ്ലോയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവർഫ്ലോ വഴി നേരെ പുറത്തേക്ക് പോകും. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന വെള്ളം നേരെ ഓവർഫ്ലോ വഴി പോകും. ഇതാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്ന ഔട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. കേട്ടോ, നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും. താഴെ നിന്നല്ല, ഒരു സൈഡിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് 2 ടാങ്കുകളുണ്ട്. 2 ടാങ്ക് തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് വാൽവ് വെച്ചിട്ടുണ്ട്. ആ വാൽവ് വഴി ഒരു സെപ്പറേറ്റ് പൈപ്പ് തന്നെ, ഒരു 2 ഇഞ്ചിൻ്റെ 6 kg പൈപ്പ് തന്നെ ഇട്ടിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് നേരെ താഴേക്ക് പോയതിന് ശേഷം നമ്മുടെ ബാത്റൂമുകളിലേക്കും അതുപോലെ തന്നെ കിച്ചണിലേക്കും ആ വീടിൻ്റെ മൊത്തം ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ 2 ഇഞ്ച് പൈപ്പിലൂടെയാണ് നമ്മൾ മെയിൻ കൺട്രോളിങ് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളം, അത് കലങ്ങാത്ത വെള്ളം. ഏറ്റവും ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിൽ, നമ്മുടെ കിണറിലാണെങ്കിലും അല്ലെങ്കിൽ പുറമേ നിന്ന് ബോർവെല്ലാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും നമ്മൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വെള്ളം കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഊറൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഊറലിലാണ് കുറച്ച് നമ്മുടെ വീടുകളുടെ ടാപ്പിലേക്കൊക്കെ ഇറങ്ങാനുള്ള ചാൻസ്. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നേരെ താഴെ വരുന്ന രീതിയിൽ നേരെ വേസ്റ്റ് ലൈൻ നമുക്ക് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ്. കണ്ടോ, ഔട്ട്പുട്ട് നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത് നമ്മൾ വാർക്ക ഇട്ടിട്ടുണ്ട്. വാർക്കയുടെ ഓപ്പൺ വരുന്ന ആ ഏരിയയിൽ വാർക്കയുടെ സൈഡിലേക്ക് നമ്മൾ കറക്റ്റ് പ്ലാസ്റ്റർ ചെയ്ത് വെച്ച് നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഞാൻ ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ടാങ്കുകളെല്ലാം നമ്മൾ എടുക്കുന്നത് ഏറ്റവും താഴെ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ സൈഡിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതായത് വേസ്റ്റ് കംപ്ലീറ്റ് താഴെ വന്ന് അടിയും, ടാങ്കിൻ്റെ താഴെ വന്ന് അടിയും. ആ താഴെ വന്ന് അടിയുന്ന വേസ്റ്റിൽ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വാൽവ് കൊടുത്തിരിക്കുന്നു. മറ്റ് ടാങ്കുകളെല്ലാം തന്നെ താഴെ നിന്നാണ് നമ്മൾ കണക്ഷൻ എടുക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.